ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുധീഷിന്റെ ഇതിനെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പുത്തൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പൊ ഈ പുതിയ ചാനലിലൂടെ സുധീഷിന്റെയും നിധിയുടെയും അലീനയുടെയും മനുവിന്റെയും കഥയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് സബ്സ്ക്രൈബായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എത്രയും വേഗം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ സുധീഷിന്റെയും നിധിയുടെയും കഥയിലേക്ക് പോകുമ്പോൾ വരും ദിവസത്തെ കഥയിൽ നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ സുധീഷിനെ കബളിപ്പിച്ചെങ്കിലും ഒഴിവാക്കിയെങ്കിലും നിധി തന്റെ കോളേജിലേക്ക് പോവുകയാണ്. തന്റെ സർട്ടിഫിക്കറ്റ് മേടിക്കുവാൻ വേണ്ടി പോവുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിയിൽ തന്റെ കൂട്ടുകാരെ വിളിക്കുകയും ഈ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഞാൻ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വരികയാണെന്ന് പറയുമ്പോൾ തന്റെ കൂട്ടുകാരും അത് പറയുകയാണ്. അത് ഞങ്ങൾക്ക് ഏറെ സന്തോഷമാണ്. നിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുകയല്ലേ. ഇത് എല്ലാവരും അറിഞ്ഞിട്ട് തന്റെ കൂട്ടുകാരെല്ലാം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ കാണുവാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നിധി പറയുന്നു, അയ്യോ അതൊരു പ്രശ്നമാകുമല്ലോ. അങ്ങനെ എന്റെ ചേട്ടൻ ഞാൻ ഈ സർട്ടിഫിക്കറ്റ് മേടിക്കാനും വരുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകില്ലേ എന്നോർത്ത് അവള് കൂട്ടുകാരോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വളരെ ഭയത്തോടു കൂടിയാണെങ്കിലും നിധി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് യാത്ര ചെയ്യുക. കാരണം ദൈവമേ, എന്റെ ചേട്ടന്മാരും വീട്ടുകാരും ഇത് അറിയല്ലേ ഞാൻ കോളേജിലേക്ക് പോകുന്ന കാര്യം. അവരറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ സർട്ടിഫിക്കറ്റ് മേടിക്കുവാൻ കഴിയില്ല, അവരെന്തേലും വിഷയമുണ്ടാക്കും എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ ആരും അറിയില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് കാറ് സഡൻ ബ്രേക്ക് ചെയ്യുകയും പെട്ടെന്ന് നിധി നോക്കിയപ്പോൾ തന്റെ ഫ്രണ്ടിൽ അതാണ് സുധീഷിന്റെ അച്ഛൻ നിൽക്കുന്നത്. സാധാ ഷർട്ടും ഒരു കൈലിമുണ്ടും എടുത്ത് നിൽക്കുക. പെട്ടെന്ന് തന്നെ സുധീഷിന്റെ അച്ഛൻ കാറിനടുക്കിലേക്ക് വരികയും കാറ് തുറന്ന് അകത്തേക്ക് കയറിയ. അപ്പൊ പെട്ടെന്ന് കാർ ഡ്രൈവർ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ പറയുകയാണ് ഞാനും വരികയാണ് എന്ന് പറയാണ്. അപ്പം നിധി പുറകിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എങ്ങോട്ടാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് എന്ന് മറുചോദ്യം ചോദിക്കുക സുധീഷിന് അച്ഛൻ. അപ്പൊ ഡ്രൈവർ പറയാണ് ഈ കുട്ടി മുൻപ് പഠിച്ച കോളേജ് തക്കലക്കടുത്തുള്ള കോളേജിലേക്കാണ് സർട്ടിഫിക്കറ്റ് മേടിക്കുവാൻ പോവുകയാണ് എന്ന് പറയാണ്. അപ്പൊ പെട്ടെന്ന് സുധീഷ് അച്ഛനും പറയാം എന്നാൽ ഞാനും അങ്ങോട്ടാണ് എന്ന് പറയുകയും അപ്പൊ ഇത് കേട്ട് നമ്മുടെ നിധി ഞെട്ടിപ്പോവുകയാണോ. അങ്ങനെ ആ നിധിയുടെ യാത്രയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ബാധയായിട്ട് സുധീഷിന് അച്ഛൻ കയറി. സുധീഷിന് അച്ഛന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, നിധി ഒറ്റയ്ക്ക് പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ അവിടുന്ന് കയറുവാൻ കഴിയാത്തതുകൊണ്ട് വഴിയിൽ നിന്ന് കയറി നിധിക്കൊരു സംരക്ഷണം കൊടുക്കുവാൻ വേണ്ടിയാണ്. പക്ഷെ നിധിയെ സംബന്ധിച്ച് അതൊരു വലിയ ബാധ്യതയായി മാറുക. എന്തായാലും സൈലന്റ് ആയിട്ട് ആ കാറിലിരിക്കുന്ന നിധിയുടെ അച്ഛൻ അങ്ങനെ കോളേജിലെത്തുകയും കോളേജിൽ നിന്ന് സുധീഷിന്റെ അച്ഛൻ മറ്റ് ശല്യമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. ആ കാറുകാരനോടൊപ്പം ഇരിക്കുകയും നിധിയോട് പോയി നീ സർട്ടിഫിക്കറ്റ് മേടിച്ച് വരാൻ പറയുകയും അങ്ങനെ നിധി കോളേജിൽ ചെല്ലുകയും തന്റെ കൂട്ടുകാരെ കാണുകയും സ്നേഹാന്വേഷണം നടത്തുകയും അങ്ങനെ സാറുമാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഒരുപാട് പരിഹാസ കാര്യങ്ങളൊക്കെ നിധി കേൾക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ. നിധിയോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ജീവിതം, ഒറ്റ വിവാഹത്തോടു കൂടി വലിയ വൈറലായില്ലേ എന്നൊക്കെ ചോദിച്ച് നിധിയെ കളിയാക്കുന്നതിന് തുല്യമാകുന്ന ചില വാക്കുകൾ നിധിക്ക് നേരെ എഴുതിവിടുന്നുണ്ട് കേട്ടോ. എന്നാലും നിധിയുടെ ലക്ഷ്യം തന്റെ സർട്ടിഫിക്കറ്റ് നേടുക എന്ന് മാത്രമാണ്. അങ്ങനെ നിധി സർട്ടിഫിക്കറ്റിന് വേണ്ടി അധ്യാപകരുടെ അടുക്കൽ നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ. സുധീഷും സുഭാഷും കൂടെ നിധി ഒറ്റയ്ക്കാണ് പോയതെങ്കിലും അവളുടെ ഉത്തരവാദിത്തം ഇപ്പൊ സുഭാഷിനും സുധീഷിനൊക്കെ ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരു ബൈക്കുമായിട്ട് നിധിയെ പിന്തുടരുവാൻ നിധിയെ ഒന്ന് വാച്ച് ചെയ്യുവാൻ യാത്ര ചെയ്യുകയാണ്. ഈ സമയത്ത് യാത്രയിൽ നമ്മുടെ രേണുവിനെ സുഭാഷ് കാണുകയും അങ്ങനെ സുഭാഷും സുധീഷും യാത്ര ചെയ്യുമ്പോൾ അവർ രേണുവിന്റെ അമ്മയും അമ്പലത്തിൽ പോയതിനു ശേഷം മടങ്ങി വരികയാണ്. അപ്പൊ സുധീഷിനെ പെട്ടെന്ന് കാണുമ്പോൾ വളരെ സങ്കടത്തോടു കൂടി ഈ രേണു നോക്കുന്നുണ്ട്. പക്ഷെ സുഭാഷിനും നോക്കുവാനല്ലാതെ അവരെ ഇറങ്ങി സംസാരിക്കുവാൻ പറ്റാത്തൊരവസ്ഥയാണ്. തന്റെ അമ്മായി കൂടെയുള്ളത് കൊണ്ട് തന്നെ വളരെ വിഷമകരമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. രണ്ടുപേരുടെ മനസ്സിൽ സ്നേഹമുണ്ടെങ്കിലും പരസ്പരം സംസാരിക്കുവാനോ ഒന്നാകുവാനോ കഴിയാത്ത ചില നിമിഷങ്ങളൊക്കെ സുഭാഷിന്റെയും രേണുവിന്റെയും ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയാണ്. അങ്ങനെ നരകണ്ഠനോടുകൂടി സുഭാഷ് സുധീഷിനോടൊപ്പം നിധിയെ കൂട്ടുവാൻ വേണ്ടി യാത്ര ചെയ്യുന്ന ഒരു ഭാഗമൊക്കെ ആയിരിക്കും വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ. വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.